എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെ ഏറ്റവും നല്ല ഏതെങ്കിലും ഒരു സുഹൃത്തിനെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. അവരോട് ഇതൊന്ന് റിക്വസ്റ്റ് ചെയ്യുക. കാരണം ലഹരി വിഭവത്തിനെതിരെ ഞാനും ഒരു സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് എൻ്റെ ഒരു ഒറ്റയാൾ സമരമാണ്. ഈ ഒറ്റയാൾ സമരത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതിൻ്റെ ഒരു ഷെയർ ആയിരിക്കും നിങ്ങളുടെ സപ്പോർട്ട്. ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുവാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ലഹരിയുടെ ഉപയോഗം അതിവ്യാപകമായി നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനെ ചെറുക്കുന്നതിനായി നമ്മളുടെ ഭരണ സംവിധാനങ്ങളും നമ്മൾ ജനങ്ങളും എല്ലാം കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഇത് വളർന്നു വരുന്നത്, ഇല്ലെങ്കിൽ ലഹരി കച്ചവടക്കാര് എങ്ങനെയാണ് പുതിയ താവളങ്ങൾ കണ്ടെത്തുന്നത്, നമ്മളുടെ കുട്ടികളെ സ്വാധീനിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ ലഹരി ഉപയോഗത്തിലും അതിൻ്റെ വിൽപ്പന ശൃംഖലയിലും ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് കൊച്ചു കുട്ടികളാണ്. ഈവൻ സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള കുട്ടികളാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ കണ്ടതാണ്, കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടിക്കുമ്പോൾ അവിടെ തൂക്കി വിൽക്കാൻ വേണ്ടി ത്രാസ് ഉൾപ്പെടെ കിലോ കണക്കിന് കഞ്ചാവ് അവിടെ ഉണ്ടായിരുന്നു. സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇതിന്റെ വിൽപ്പനക്കാരാരാണ്, എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ പറയാം. എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും അനലൈസ് ചെയ്യുന്നതാണ്. ഇതിന്റെ വിൽപ്പനക്കാർ നോട്ടമിടുന്നത് കൊച്ചുകുട്ടികളിലാണ്. എങ്ങനെയാണ് ഈ വിൽപ്പന അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതില്ലെങ്കിൽ ഒരു വ്യാപാരത്തിലേക്ക് കൊണ്ടുവരുന്നത്? ആദ്യമേ കൊച്ചുകുട്ടികൾക്ക് 1-2 പ്രാവശ്യം ഫ്രീ ആയി ഇത് ഉപയോഗിക്കാൻ കൊടുക്കും. അപ്പോൾ ഇവര് അടിമപ്പെടും. ചില രാസലഹരികൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ അതിന് അടിമപ്പെടുന്ന തരത്തിലുള്ള രാസലഹരികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഞാൻ പേരുകളൊന്നും വ്യക്തമാക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചു കുട്ടികളിൽ ഇതവരൊന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നാളെ വീണ്ടും അവൻ എവിടുന്നെങ്കിലുമൊക്കെ കട്ടാണെങ്കിലും മോഷ്ടിച്ചാണെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുത്ത് അവനത് വാങ്ങും. പിന്നീട് ഒരു ദിവസം അവൻ വന്ന് സറണ്ടർ ചെയ്യും. സുഹൃത്തെ, എൻ്റെ കയ്യിൽ ഇനി ഒരു നിർവാഹവും ഇല്ല, ഞാൻ കക്കാവുന്നിടത്തെല്ലാം കട്ടു, മോഷ്ടിക്കാവുന്ന എല്ലാം മോഷ്ടിച്ചു, വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാവുന്ന അത്രയും ഞാൻ അടിച്ചു മാറ്റി, ഇനി എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ എനിക്ക് സാധനം വേണം. വളരെ വിശാല ഹൃദയരായ കച്ചവടക്കാർ ഇവന്റെ പ്രാർത്ഥന, ഇവന്റെ അപേക്ഷ കേൾക്കുന്നു. അവരെന്ത് ചെയ്യും? മോനെ, നിനക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കുക, നിനക്കുള്ള ഡോസും അവർക്കുള്ളതും ഞാനിപ്പോൾ ഫ്രീ ആയി തരാം. അങ്ങനെ അവരൊരാളെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവനെ ഒരു ശൃംഖലയാക്കിക്കൊണ്ട് അങ്ങനെ കണ്ടുപിടിക്കുന്ന ആൾക്കാരിലേക്ക് ഇത് വിൽക്കുവാൻ വേണ്ടി ഇവനെ ഏർപ്പെടുത്തുന്നു. അപ്പോൾ അവന് പറയുന്നു, നിനക്ക് ഉപയോഗിക്കാനുള്ളതിൽ നിന്ന് കിട്ടും, നിനക്ക് ഇതിൽ നിന്നൊരു വരുമാനവും വേണമെങ്കിൽ കിട്ടും, നിനക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ പൈസക്കാരനായി നടക്കാം എന്നുള്ള തെറ്റായ ഉപദേശവനിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ശൃംഖലയിൽ അറിയാതെയും ഒക്കെ കൊച്ചു കുട്ടികൾ പെട്ടുപോകുന്നത്. ഇത് ഉപയോഗിക്കണമെന്നുള്ള അതിശക്തമായ അഭിവാഞ്ച കൊണ്ടൊന്നും പോയി കുട്ടികൾ ചെന്ന് ചേരുന്നതല്ല, അവരെ കരുക്കളാക്കുന്നതാണ്. അങ്ങനെ കരുക്കളാക്കുന്നതിൽ നിന്ന് എങ്ങനെ നമ്മളെ കുട്ടികളെ ഒഴിവാക്കാം എന്നുള്ളത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കച്ചവടക്കാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരും എങ്ങനെ കുട്ടികളെ കണ്ടെത്തുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. വീട്ടിൽ സമാധാനക്കുറവോ സന്തോഷക്കുറവോ ഉള്ള, ഇല്ലെങ്കിൽ അത്യാവശ്യം വീട്ടിൽ നിന്ന് അകത്ത് നിൽക്കാൻ പ്രവണത കാണിക്കുന്ന ചില കുട്ടികളെ തെരഞ്ഞു പിടിക്കാനുള്ള ചില ട്രിക്കുകൾ ഇങ്ങനെയുള്ള വിൽപ്പനക്കാരിലുണ്ട്. ഏതെങ്കിലും ഒരു വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ സ്വരച്ചേർച്ചക്കുറവുണ്ടൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ചില ആൾക്കാര് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ വന്ന് ഞെളിഞ്ഞു എന്ന് അഭിമാനത്തോടെ പറയുന്നതാണ്, ഞാൻ സിംഗിൾ പേരന്റ് ആണ്. ഈ സിംഗിൾ പേരന്റ് എന്ന് പറയുന്ന അഭിമാനത്തോടെ പറയുന്നതിനകത്ത് ഒരു കഥയുമില്ല. അവരുടെ ജീവിത പങ്കാളി അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാഞ്ഞതുകൊണ്ടോ, ഇല്ലെ അവരുടെ ജീവിത പങ്കാളിക്ക് അവരെ ഉൾക്കൊള്ളാൻ സാധിക്കാഞ്ഞതുകൊണ്ടോ ആയിരിക്കാം സിംഗിൾ പേരന്റ് ആയത്. പരസ്പരം അറിയാനും ഉൾക്കൊള്ളാനും ഉള്ളൊരു സാഹചര്യം ഇല്ലാതായാൽ ചില സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അത് കുഞ്ഞുങ്ങളുടെ ഭാവിയെ
ചിലപ്പോൾ നല്ല രീതിയിലും ചിലപ്പോൾ ചീത്ത രീതിയിലും ബാധിക്കാം. എങ്ങനെ ചീത്ത രീതിയിൽ ബാധിക്കാതിരിക്കാം എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സിംഗിൾ പേരന്റ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്ന പേരന്റ് ആണെങ്കിൽ പോലും അവരുടെ അകമഴിഞ്ഞ സ്നേഹവും കുട്ടികൾക്ക് അവരുടെ സമയം ചെലവാക്കുക, തൻ്റെ കുട്ടി തന്നോടുള്ളപ്പം അവനുമായി സംസാരിച്ച് ഇല്ലെങ്കിൽ അവളുമായി സംസാരിച്ച് അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചോദിക്കാതെ തന്നെ കേട്ടറിഞ്ഞ് അവർക്ക് വേണ്ട മെന്റൽ മോറൽ സപ്പോർട്ട് കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം ഈ പേരന്റ്. അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളോടൊത്ത് സംസാരിക്കുന്ന സമയമാണ് എന്ന് പറയാൻ വളരെ ശക്തമായ രീതിയിൽ പറയാൻ കഴിവുള്ളവരായിരിക്കണം, അഭിമാനത്തോടുകൂടി പറയാൻ കഴിവുള്ളവരായിരിക്കണം ഇന്നത്തെ പേരന്റിന്റെ കുട്ടിയും വഴിവിഴച്ചു പോവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം നമ്മളുടെ മക്കളോടൊപ്പം 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം ചിലവഴിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ചിലവഴിക്കുക എന്ന് പറയുന്നത് കൂരയ്ക്കുള്ളിൽ ഉറങ്ങുന്നതല്ല, സംസാരിക്കാനും അവരോട് ഇടപഴകുവാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കണം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. നമ്മളുടെ മനസ്സിന്റെ ചെപ്പിൽ സൂക്ഷിക്കാൻ പറ്റുന്ന സമയം അതായിരിക്കണം. 1 മിനിറ്റ് കിട്ടിയാൽ 2 മിനിറ്റ് അവനെ ചീത്ത പറയാനോ വഴക്ക് പറയാനോ അല്ല ഉപയോഗിക്കേണ്ടത്. ഒരു കുട്ടിയെയും വഴക്ക് പറയാനോ ചീത്ത വിളിക്കാനോ ഉപദേശിക്കാനോ തുനിയരുത്. അത് പ്രതികൂലമായ ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിന് എതിരായിട്ടുള്ള ഒരു റിസൾട്ട് മാത്രമേ തരുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊത്തിനും സംസാരിച്ച് കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷം വ്യക്തമായ രീതിയിൽ അതിൻ്റെ ഏതിൻ്റെയാണെങ്കിലും ഗുണദോഷ വശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ അവരെ അത് വരച്ച് കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് കഴിവുള്ളവരായിരിക്കണം. അടി ഇടി തല്ല് കൊല്ലല് ഇതൊന്നും ഒരു പരിഹാരമല്ല ഒന്നിനും. മക്കളോടൊത്തിരുന്ന് സംസാരിക്കുന്ന ഒരു രക്ഷിതാവിന് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ശിക്ഷണ നടപടിയെക്കുറിച്ച് ചിന്തിക്കേണ്ട പോലും ഒരു സാഹചര്യം ഉണ്ടാവില്ല. കുട്ടിയുടെ മനസ്സറിയുന്ന ഒരു പേരന്റാണ് ഇന്ന് ദൈവത്തെ നേരിൽ കാണുന്ന ഒരു വ്യക്തി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.